രാജേഷിനെ ചട്ടം ഓർമ്മിപ്പിച്ച സ്പീക്കർ എൻ ഷംസീർ. അനുമതിയോടെ മാത്രം ചർച്ചയിൽ വഴങ്ങണമെന്നാണ് മന്ത്രിയോട് സ്പീക്കർ പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി വഴങ്ങിയപ്പോഴായിരുന്നു സ്പീക്കറുടെ ഈ ഓർമ്മപ്പെടുത്തലുണ്ടായത്. ക്ഷമ ചോദിക്കുന്നുവെന്ന് എം പി രാജേഷ് മറുപടി നൽകി. മിനിസ്റ്റർ, ഒരു മിനിറ്റ്. ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ. എല്ലാ അംഗങ്ങൾക്കുള്ള ഒരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോ ഞാൻ ഈൽഡ് ചെയ്തത്. അതെ സാർ, മറന്നു പല അംഗങ്ങളും മറന്നു പോകുന്നുണ്ട്. അതെ, അദ്ദേഹം അത് അങ്ങ് ക്ഷമിക്കണം. ഇനി അങ്ങയുടെ അനുവാദത്തോടെ ഈൽഡ് ചെയ്യും. ക്ഷമയുടെ പ്രശ്നമില്ല, പൊതുവിൽ എല്ലാവരും പാലിച്ചാൽ മതി. നമുക്കൊപ്പമുള്ളത് പ്രശാന്ത്. സ്പീക്കർ പറയുന്നത് പഴയ സ്പീക്കറോടാണ് എന്നുള്ളതും മറ്റൊരു കൗതുകം കൂടിയാണ്. എന്തായിരുന്നു ഇങ്ങനെ മൈക്ക് ആരാണെങ്കിലും മന്ത്രിയാണെങ്കിലും മൈക്ക് തിരിച്ചു വാങ്ങും, മൈക്ക് ലഭിക്കില്ല എന്ന് സ്പീക്കർ പറയാൻ ഇടയാക്കിയ സംഭവം എന്തായിരുന്നു? ലഹരി വിഷയത്തിൽ ചർച്ചയ്ക്ക് ഒടുവിൽ മന്ത്രി എം പി രാജേഷ് മറുപടി പറയുന്നതിനിടെയാണ് പ്രതിപക്ഷത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു വിഷയം ഇടപെട്ട് സംസാരിച്ചത്. അപ്പോൾ സ്പീക്കറോട് സാധാരണഗതിയിൽ മൈക്ക് വേണമെങ്കിൽ സ്പീക്കറോടാണ് ഏത് അംഗവും ചോദിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ എഴുന്നേൽക്കുകയും മന്ത്രി അതിന് മറുപടി പറയാൻ എഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ സ്പീക്കർ കാഴ്ചക്കാരൻ്റെ റോളായി മാറി. അപ്പോൾ ചട്ടപ്രകാരം അങ്ങനെയല്ല, സ്പീക്കറോട് വേണം ചോദിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് സ്പീക്കർക്ക് മുൻ സ്പീക്കർ കൂടിയായ എം പി രാജേഷിനെ ചട്ടം പഠിപ്പിക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഇതിന് തൊട്ടു മുൻപ് എം പി രാജേഷ് സ്പീക്കർ കസേരയിൽ ഇരുന്നപ്പോൾ എൻ ഷംസീർ സഭയിൽ ഭരണപക്ഷ നിരയിരിക്കുമ്പോൾ ഇതുപോലെ സ്പീക്കറായിരുന്ന എം പി രാജേഷ് നിരവധി തവണ ചട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മധുര പ്രതികാരം പോലെ ഒക്കെ ആണല്ലേ ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്പീക്കറായിരിക്കുന്ന എൻ ഷംസീർ തിരിച്ച് ഒരവസരത്തിൽ മന്ത്രി എം പി രാജേഷിനെ ഈ ചട്ടം ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു മധുരപ്രതികാരമോ അല്ലെങ്കിൽ അങ്ങനെ മുൻപ് തന്നോട് ചെയ്തുകൊണ്ടോന്നായിരിക്കില്ല. കാരണം പലതവണയും ഈ നിരന്തരം പല സഭാ സമ്മേളന സമയങ്ങളിലും എൻ ഷംസീർ ഇക്കാര്യത്തിൽ വലിയ നിഷ്ഠ പാലിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ ഒരാൾക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ നേരിട്ട് മന്ത്രിയോടോ അല്ലെങ്കിൽ മറ്റംഗങ്ങളോടോ ആകാൻ പാടില്ല, തന്നോട് ചോദിക്കണം. അതാണ് സഭയുടെ കീഴ്വഴക്കവും രീതിയും. അപ്പോൾ ആ രീതി പാലിക്കാതെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ ഷംസീർ ഇക്കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മുൻ സ്പീക്കർ കൂടിയായ മന്ത്രി എം പി രാജേഷ് ഈ കീഴ്വഴക്കം അല്ലെങ്കിൽ ഈ തെറ്റ് ആവർത്തിച്ചപ്പോഴാണ് ഇത് മന്ത്രിയോട്, ഇനി മന്ത്രിയാണെങ്കിലും ഇനി മൈക്ക് കിട്ടില്ല, ഇത് മന്ത്രിയോട് മാത്രമല്ല എല്ലാ അംഗങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ് എന്ന് എൻ ഷംസീർ പറയുകയും ചെയ്തു. ഏതായാലും മുൻപ് സമാനമായ പിഴവ് എൻ ഷംസീറിനും മുൻപ് അദ്ദേഹം അംഗമായിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പല വിഷയങ്ങളിലും, അതായത് സ്പീക്കർ എൻ ഷംസീറിനെ, സ്പീക്കറായിരുന്ന എം പി രാജേഷ് എൻ ഷംസീറിനെ ചട്ടം പഠിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് മറച്ചായി എന്ന് മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല.